10ാം ക്ലാസ്സിൻ്റെയും പ്ലസ് ടുവിൻ്റെയും റിസൾട്ടുകളൊക്കെ വരാറായി. ഇനി എന്താണ് പഠിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചാണ് മാതാപിതാക്കൾക്കും കുട്ടികൾക്കും ആശങ്ക. ഇപ്പം 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് ഏത് സബ്ജക്റ്റ് എടുക്കണം, പ്ലസ് ടു കഴിഞ്ഞവർക്ക് ഏത് കോഴ്സ് എടുത്ത് പഠിക്കണം, അങ്ങനെയൊക്കെ ഉള്ളത് പലരും ചോദിക്കാറുണ്ട്. ഏത് എടുത്ത് പഠിച്ചാലാണ് ജോലി സാധ്യത, അല്ലെങ്കിൽ ഏതാണ് പഠിക്കാൻ പറ്റിയത്, നല്ല കോഴ്സ് ഏതാണ് എന്നൊക്കെയാണ്. രണ്ട് കാര്യങ്ങളും മെയിനായിട്ട് എല്ലാവരും ചോദിക്കുന്നത്. ഒന്ന്, ഏതാണ് ജോലി സാധ്യത, ഏതാണ് നല്ല കോഴ്സ് എന്ന്. പക്ഷേ ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത്, നല്ല കോഴ്സ് എന്നുള്ളതൊന്നില്ല, അതുപോലെ ജോലി സാധ്യത ഉള്ള കോഴ്സ് എന്നുള്ളതും ഇല്ല. എന്താണെന്ന് പറഞ്ഞാൽ അവരവരുടെ അഭിരുചിക്കനുസരിച്ച് എന്ത് ചെയ്യുക, നമ്മൾ കോഴ്സുകൾ തിരഞ്ഞെടുക്കുക. ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്ലസ് ടുവിലേക്ക് കയറാം. അതുപോലെ തന്നെ VHSC എടുക്കാം. പ്ലസ് ടുവിൽ ബയോളജി സയൻസ്, കമ്പ്യൂട്ടർ സയൻസ്, അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് ഒക്കെ ഉണ്ട്. ഇതിനകത്ത് മാത്തമാറ്റിക്സ് എളുപ്പമുള്ളവർക്ക് കമ്പ്യൂട്ടർ സയൻസോ ബയോളജി സയൻസോ ഒക്കെ എടുക്കാം. മാത്സിന് തീരെ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ മാത്സ് ടഫാണ്, ഫിസിക്സ് ടഫാണ്, അല്ലെങ്കിൽ കെമിസ്ട്രി, ഇതുപോലെ ടഫായിട്ടുള്ള സബ്ജക്റ്റുകൾ ഉള്ളവർ ഒരു കാരണവശാലും കമ്പ്യൂട്ടർ സയൻസോ അതുപോലെ തന്നെ ബയോളജി സയൻസോ എടുക്കാൻ നിൽക്കരുത്. അവർക്ക് കൊമേഴ്സോ അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഹ്യൂമാനിറ്റീസോ എടുക്കാം. അതുപോലെ തന്നെ ബിസിനസ് പരമായിട്ടുള്ള ആശയങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ കൊമേഴ്സൊക്കെ ആയിരിക്കും എടുക്കുന്നത് നല്ലത്. കമ്പ്യൂട്ടർ സയൻസ് എടുക്കാം. അതുപോലെ തന്നെ പ്ലസ് ടുവിൽ ബയോളജി സയൻസ് എടുക്കാം. ഇത് കഴിഞ്ഞ ശേഷം MBA അതുപോലെ തന്നെ ബിസിനസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ എടുക്കാം. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, സയൻസ് ഓറിയൻറ്റഡ് സബ്ജക്റ്റ് പഠിച്ച കുട്ടികൾക്ക് മാത്രമേ ഏതൊരു കോഴ്സിലേക്കും തിരിഞ്ഞ് പഠിക്കാൻ പറ്റൂ. പക്ഷേ കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ എടുത്ത് പഠിച്ചവർക്ക് പിന്നീട് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, സയൻസ് ഓറിയൻറ്റഡ് സബ്ജക്റ്റിലേക്ക് കയറി ആ കോഴ്സുകൾ ചെയ്യാൻ സാധിക്കുന്നതല്ല. അതുപോലെ തന്നെ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം എഞ്ചിനീയറിങ്ങിനോ അല്ലെങ്കിൽ എഞ്ചിനീയറിങ്ങിനോ MBBSനോ അതുപോലെ തന്നെ അതർ കോഴ്സുകളൊക്കെ ഉണ്ട്. അതിലേക്കൊക്കെ ഭയങ്കരമായിട്ടുള്ള ജോലി സാധ്യതകളുണ്ട്. അതിൽ ആ സബ്ജക്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ട് നല്ല രീതിയിൽ ടേസ്റ്റ് ഉള്ളവർ മാത്രം ആ കോഴ്സുകൾ എടുത്ത് പഠിക്കുക. ഉദാഹരണമായിട്ട് എഞ്ചിനീയറിങ്ങിന് നല്ല രീതിയിൽ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി ഒക്കെ നല്ലതുപോലെ അറിയുന്നവർ മാത്രം എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് പ്രവേശിക്കുക. അതല്ലാതെ ബയോളജിയുമായിട്ട് ബന്ധപ്പെട്ടാണ് നല്ല ടേസ്റ്റ് എന്നുണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യുക, മെഡിസിൻ, അതുപോലെ തന്നെ ആയുർവേദ, അതുപോലെ തന്നെ ഫാർമസി, നഴ്സിംഗ്, അങ്ങനെയുള്ളത്. പിന്നെ അഗ്രികൾച്ചറുണ്ട്. അങ്ങനെ ഒത്തിരി അനന്തമായിട്ടുള്ള ജോലി സാധ്യതകളുള്ള കുറേ കോഴ്സുകളുണ്ട്. അത് നല്ല രീതിയിൽ വിശകലനം ചെയ്ത് നല്ല രീതിയിൽ ആലോചിച്ച് മാത്രം കോഴ്സുകൾ എടുക്കുക. അല്ലാതെ നമ്മൾ ഏത് പഠിച്ചാലാണ് ജോലി അല്ലെങ്കിൽ ഏതാണ് നല്ല കോഴ്സ് എന്നുള്ളതില്ല. അവരവർക്ക് ടേസ്റ്റുള്ള സബ്ജക്റ്റുകൾ മാത്രം തിരഞ്ഞെടുക്കുക. അതിലൂടെ നല്ല ഉയർന്ന മാർക്ക് വാങ്ങിക്കുക. അതിലൂടെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, കോമ്പറ്റീറ്റീവ് എക്സാമുകളിലൊക്കെ വിൻ ചെയ്യാൻ പറ്റൂ. ഇപ്പോൾ ISROയിലൊക്കെ ജോലി നേടണമെന്നുണ്ടെങ്കിൽ സയൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഇതുപോലുള്ള സബ്ജക്റ്റുകൾ എടുക്കുക. അല്ലെങ്കിൽ എഞ്ചിനീയറിങ്ങിന് പോവുക, BSc ഫിസിക്സ്, അതുപോലെ തന്നെ കെമിസ്ട്രി, മാത്സ്. അതിനുശേഷം MSc എഴുതുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, ISROയിലേക്കുള്ള എക്സാമുകളുണ്ട്. അതുപോലെ തന്നെ എഞ്ചിനീയറിങ് എടുക്കുക. അത് കഴിഞ്ഞ ശേഷം അതുമായിട്ട് ബന്ധപ്പെട്ട എക്സാമുകളുണ്ട്. അങ്ങനെയൊക്കെ ISROയിൽ നമുക്ക് ജോലി നേടാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ എൻട്രൻസുകൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ IITകളിലും NITകളിലൊക്കെ സെലക്ഷൻ കിട്ടും. അവിടെ നിന്നൊക്കെ സ്റ്റൈഫൻറ്റോട് കൂടി നമുക്ക് കോഴ്സുകൾ ചെയ്യാം. അതോടൊപ്പം തന്നെ ക്യാമ്പസ് സെലക്ഷൻ കിട്ടും. നല്ല ലക്ഷങ്ങളാണ് സാലറി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതുപോലെ തന്നെ ഗേറ്റിൻ്റെ എക്സാമുകൾ എഴുതാം. ഗേറ്റിൻ്റെ എക്സാം എഴുതുകയാണെങ്കിൽ പോലും അതൊക്കെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടുള്ളതാണ്, അല്ലെങ്കിൽ MSc കഴിഞ്ഞിട്ടാണ്. അങ്ങനെയുള്ളതൊക്കെ തൽക്കാലം 10 അല്ലെങ്കിൽ പ്ലസ് 2 അതിലെ കാര്യങ്ങളാണ് നമ്മളീ പറയുന്നത്. അതുപോലെ തന്നെ മെഡിസിൻ നല്ല രീതിയിൽ റാങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഗവൺമെൻറ് കോളേജുകളിൽ തന്നെ കിട്ടും. ഒരു പൈസ പോലും നമ്മൾ എന്ത് ചെയ്യേണ്ട, കൊടുക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ സ്റ്റൈഫൻറ്റൊക്കെ നമുക്ക് ഇങ്ങോട്ട് കിട്ടും. അതുപോലെ തന്നെ നമുക്കത് കഴിഞ്ഞ ശേഷം PG ചെയ്യാം. അതുപോലെ തന്നെ ഫാർമസി, നഴ്സിംഗ്. ഇപ്പോൾ നല്ല ജോലി സാധ്യതയുള്ള കോഴ്സാണ് നഴ്സിംഗ്. പൊതുവേ കമ്പയർലി എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ജോലി സാധ്യത ഇപ്പോൾ കൂടുതലുള്ളത് മെഡിക്കൽ ഫീൽഡ് തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു പഴയ പ്രതാപം പോയി, എന്നാലും പുതിയൊരു പ്രതാപത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു തയ്യാറെടുപ്പാണ് എഞ്ചിനീയറിംഗ് മേഖല. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ സ്കോപ്പുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് ഇനി എഞ്ചിനീയറിംഗിലേക്ക് ഏറ്റവും കൂടുതൽ ജോലി സാധ്യത എന്ന് പറയുന്നത്. കുറച്ചുകൂടെ സ്കോപ്പ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. അത് കമ്പ്യൂട്ടർ സയൻസുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഡിഗ്രി കഴിഞ്ഞവർക്ക് MCA ചെയ്യാം. അതുപോലെ തന്നെ MTechൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചെയ്യാം. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് BTech ചെയ്തവർക്ക് ചെയ്യാം. എങ്ങനെ എന്താണെങ്കിൽ പോലും ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഈ സബ്ജക്റ്റുകൾ ഒരിക്കലും അതിനകത്ത് നിന്ന് മാറി നിൽക്കില്ല. അതിൽ നല്ല മാർക്കുണ്ടെങ്കിൽ മാത്രമേ ഇതിനകത്തൊക്കെ പ്രവേശനം ലഭിക്കുകയുള്ളൂ. മാത്രമല്ല ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ പ്രോഗ്രാമിംഗ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ്
ഇങ്ങനെയൊക്കെ ഉള്ളത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ബേസ് ഉള്ളവർക്ക് മാത്രമേ പറ്റൂ. അതിൽ പ്രോഗ്രാമിങ് അതേപോലെ തന്നെ C++, ജാവ, .NET, പൈതൺ, അതുപോലെ തന്നെ SQL അങ്ങനെയുള്ള പല ലാംഗ്വേജുകളും കമ്പ്യൂട്ടർ സയൻസ് നല്ല രീതിയിൽ അരച്ച് കലക്കി കുടിച്ചാൽ മാത്രമേ നമുക്ക് കമ്പ്യൂട്ടർ സയൻസിൽ നല്ലൊരു പുലിയാവാൻ പറ്റൂ. അപ്പോൾ ഒന്നും അറിയാതെ നമ്മൾ എന്താ പറയുന്നത് പ്രൊഫഷണൽ കോഴ്സുകൾ എടുത്ത് വെച്ച് പഠിച്ചിട്ട് ഒരു കഥയില്ല. ഇപ്പോൾ ഒരു കമ്പനിയിലൊരു സെലക്ഷൻ കിട്ടി, അതിനകത്ത് അവിടെ നമുക്കിപ്പോൾ ഒരു പ്രോജക്റ്റ് തരുന്നു. അതിനകത്ത് ഏതെങ്കിലും ഒരു പ്രോഗ്രാമിനെക്കുറിച്ച് ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് സോഫ്റ്റ്വെയർ തയ്യാറാക്കി കൊടുക്കുക എന്തെങ്കിലുമൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് കാര്യമായിട്ട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നല്ലതുപോലെ അറിഞ്ഞിരുന്നാലേ നമുക്കത് കൃത്യമായിട്ട് നമുക്കത് എന്ത് ചെയ്യാൻ പറ്റൂ, നമുക്കത് സോഴ്സ് കോഡ് ഡെവലപ്പ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ +2 അല്ലെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്കായിട്ട് ഏകദേശമായിട്ട് എനിക്ക് ചുരുക്കി പറയാനുള്ളത്. ബാക്കി കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക്.